ആദ്യത്തെ നമ്മുടെ വിഷയം ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ചാണ്. പ്രവാചക പത്നിമാരിൽ പ്രവാചക ജീവിതത്തിലേക്ക് ജീവിത സഖിയായി കടന്നു വന്ന ആദ്യത്തെ മഹദിയാണ് ആര്? ഖദീജ ബിന്ത് ഖുവൈലിദ്. പിന്നെയാണ് സൗദ ബിന്ത് സംഅ, ആയിഷ ബിന്ത് അബീബക്കർ, ഹഫ്സ ബിന്ത് ഉമർ, സൈനബ് ബിന്ത് ഖുസൈമ, ഇങ്ങനെ മറ്റു പ്രവാചക പത്നിമാരുടെ ആഗമനം, വരവ്. ഇന്നത്തെ നമുക്ക് ഇവരെക്കുറിച്ച് തന്നെ കുറച്ച് ഒരു ക്ലാസ് അതിന് നമ്മൾ പ്രത്യേകമാക്കുന്നത് അവരുടെ ഒരു സ്ഥാനം, മഹത്വം, ഇതൊക്കെ പരിഗണിച്ചാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ അവർ AD 566 ഭൂജാതയാകുന്നത്. 629 അവർ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ഖദീജ ബിന്ത് ഖുവൈലിദ് ഇബ്നു അസദ് ഇബ്നു അബ്ദുൽ ഉസ്സ ഇബ്നു ഖുസൈ ഇബ്നു കിലാബ്. ഇത്ര എഴുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയുമായിട്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പിതൃപരമ്പര സന്ധിക്കുന്നത് വായിക്കാനാണ്. അല്ലേ? ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ ഖുവൈലിദാണ്, ഖദീജ ബിന്ത് ഖുവൈലിദ്. അല്ലേ? ഖുവൈലിദ് ഇബ്നു അസദാണ്. ഈ പിതാമഹനിലേക്ക് ചേർത്ത് ഖദീജയെക്കുറിച്ച് പറയൽ ഖദീജ അൽ അസദിയ അൽ ഖുറഷിയ എന്നാണ്. ഖദീജ അൽ അസദിയ അൽ ഖുറഷിയ. അസദിയ എന്ന് പറയാൻ കാരണം ഈ വല്യാപ്പയിലേക്ക് ചേർത്തിട്ടാണ്. അസദ് ഇബ്നു അബ്ദുൽ ഉസ്സ ഇബ്നു ഖുസൈ. ഈ ഖുസൈയാണ് ഖുസൈ ഇബ്നു കിലാബ്. ഈ വ്യക്തിയിലാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പിതൃപരമ്പരയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയും സന്ധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാരെ നമ്മൾ എണ്ണുമ്പോൾ മുഹമ്മദ് ഇബ്നു അബ്ദില്ല ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ് ഇബ്നു ഖുസൈ. ഖുസൈൻ്റെ മകൻ അബ്ദുൽ ഉസ്സ. ഈ അബ്ദുൽ ഉസ്സയിലൂടെയാണ് അതിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ പൂജാതയാകുന്നത്. ഖുസൈൻ്റെ മകൻ അബ്ദു മനാഫിൻ്റെ സന്താന പരമ്പരയിലാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഈ അബ്ദുൽ ഉസ്സ, അബ്ദു മനാഫ്, അതേപോലെ അബ്ദുദ്ദാർ മറ്റൊരു മകനാണ്. മനസ്സിലായി? അവരൊക്കെ വിശാലമായ ചരിത്രങ്ങൾ ഉള്ള വ്യക്തിത്വങ്ങളാണ്. അബ്ദുൽ ഉസ്സ, അബ്ദു മനാഫ്, അതുപോലെ അബ്ദുദ്ദാർ തുടങ്ങിയവരൊക്കെ. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ ഫാത്തിമ ബിന്ത് സായിദ ഇബ്നു ജുന്ദുബാണ്. മനസ്സിലായല്ലേ? ഈ ഫാത്തിമ ബിന്ത് സായിദ ഇബ്നു ജുന്ദുബ് അൽ അസം എന്ന പേരിൽ പ്രസിദ്ധനായ വ്യക്തിയാണ്. ഈ ഫാത്തിമ അവർ അൽ ആമിരിയ എന്നാ പറയുക. അൽ ആമിരിയ ബനു ആമിർ ഗോത്രക്കാരാണ്. കാരണം ആമിർ ഇബ്നു ലുഐ, ഈ ലുഐ ആരാണ്? ലുഐ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പര എണ്ണുമ്പോൾ ഒരു ലുഐ വരും. മനസ്സിലായില്ലേ? ആ ലുഐ ആണ് ഈ ലുഐ. അപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയുടെ പിതൃപരമ്പരയും വാപ്പാൻ്റെ പിതൃപരമ്പരയും എവിടെ ചെന്ന് മുട്ടുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയിൽ ചെന്ന് മുട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, കിലാബ്, മുറത്ത്, കഅബ്, ലുഐ ഉണ്ടോ? ലുഐ എന്ന് പറയുന്ന റസൂലുള്ളാഹിൻ്റെ വല്യാപ്പന്മാരിലാണ് ഫാത്തിമ ബിന്ത് സായിദയുടെ പിതൃപരമ്പര ചെന്ന് മുട്ടുന്നത്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പേര് ഖദീജത്ത് ബിന്ത് ഖുവൈലിദ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയം നടക്കുന്നതിന് മുമ്പ് തന്നെ അത്താഹിറ എന്നാണ് വിളിപ്പേര്. മക്കയിൽ അത്താഹിറ എന്ന പേരിൽ പ്രസിദ്ധയായിരുന്നു ഖദീജ. താഹിറ എന്ന് പറഞ്ഞാൽ വിശുദ്ധ എന്നർത്ഥത്തിൽ. സയ്യിദത്ത് ഖുറൈഷ് എന്നവർക്ക് പേരുണ്ടായിരുന്നു. സയ്യിദത്ത് ഖുറൈശികളുടെ നേതാവ് എന്ന അർത്ഥത്തിൽ. അതൊക്കെ അവർക്ക് പണ്ടുണ്ടായിരുന്ന പേരാണ്. ഇസ്ലാമിൽ അവർ സയ്യിദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകളിൽ നേതാക്കളിൽ ഒരാളാണ് ഖദീജ.
അപ്പോൾ താഹിറ, സയ്യിദ, സയ്യിദത്തു ഖുറൈഷ് എന്നുള്ളത് അവരുടെ വിളിപ്പേരുകളാണ്. ഉമ്മുൽ ഖാസിം അതവരുടെ കുനിയത്ത്. ഇത് രണ്ടും ലഖബ്, സ്ഥാനപ്പേരുകൾ. ഉമ്മുൽ ഖാസിം എന്നത് അവരുടെ വിളിപ്പേര്. ഉമ്മുൽ ഖാസിം എന്ന് വിളിക്കാൻ കാരണം, അതുപോലെ ഉമ്മു ഹിന്ദ് എന്ന് വിളിക്കാൻ കാരണം അവർക്ക് ഖാസിം, ഹിന്ദ് എന്നീ മക്കളുള്ളത് കൊണ്ടാണ്. ഖാസിം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടായ കുട്ടിയാണ് ഖാസിം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബുൽ ഖാസിം എന്ന് വിളിക്കും. ഖദീജ റളിയല്ലാഹു തആലയെ ഉമ്മുൽ ഖാസിം എന്ന് വിളിക്കും. അവരുടെ മക്കളിലേക്ക് നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. ഇവിടെ വരാം.